വഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്, ബാക്കിയുള്ള മുഅ്മിനീങ്ങൾ ജനങ്ങളൊക്കെ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കണം അല്ലാഹുവിലും അന്ത്യപ്രവാചകരിലും അന്ത്യദിനത്തിലും എന്നവരോട് പറഞ്ഞാൽ അവർ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഖാലൂ അനുഅ്മിനു കമാ ആമനസ്സുഫഹാ, ചില വിഡ്ഢികൾ വിശ്വസിക്കുന്നത് പോലെ കാണാത്ത ഒരു പടച്ചവനെ എന്തിന് വിശ്വസിക്കണം? അങ്ങനെ ഒരു പ്രവാചകനെ എന്തിന് അംഗീകരിക്കണം? അങ്ങനെ ഒരു പരലോകവും ഒരു സ്വർഗവും ഒരു നരകവും നാം എന്തിന് അംഗീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തെ വികലമായി ചിത്രീകരിക്കുന്നവർ ചരിത്രത്തിൽ കാണാം. മുസ്ലിമുകൾക്കിടയിൽ തന്നെ മുസ്ലിമുകൾ എന്ന വ്യാജേന കടന്നുകൂടുകയും ഇസ്ലാമിന്റെ വക്താക്കൾക്കിടയിൽ അനാവശ്യമായ സംശയങ്ങൾ ഉണ്ടാക്കി തീർക്കുകയും ചെയ്ത് ആശയപരമായി ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിച്ച ഒരു കൂട്ടം ആളുകൾ. മാത്രമല്ല, അവർ രാഷ്ട്രീയപരമായും ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിച്ചവരായിരുന്നു. ഖുർആൻ പറയുന്നു തൊട്ടടുത്ത് തന്നെ, വഇദാ ലഖുല്ലദീന ആമനൂ ഖാലൂ ആമന്നാ, ഈമാനുള്ളവരെ കാണുമ്പോൾ ഈമാനുള്ളവരോടൊപ്പം ചേരുമ്പോൾ അവർ പറയും ഞങ്ങളും നിങ്ങളോടൊപ്പമാണ്. എന്നാൽ വഇദാ ഖലൂ ഇലാ ശയാതീനിഹിം, അവരുടെ സഖാക്കളോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ അവർ പറയുമില്ല ഞങ്ങൾക്ക് ഈ മുഅ്മിനീങ്ങളോട് മുസ്ലിങ്ങളോട് വലിയ താല്പര്യമൊന്നുമില്ല, നമ്മളും നിങ്ങളും ഒക്കെ ഒന്നല്ലേ, ഞങ്ങൾ അവരെ വരെ ആക്ഷേപിച്ചതാണ് കളിയാക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംരക്ഷകരായി ഒപ്പം കൂടിയിട്ട് ഇസ്ലാമിനെ തുരങ്കം വെക്കാൻ ശ്രമിച്ചിരിക്കുന്ന ഒരു വിഭാഗം ആളുകളെ അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ അടയാളങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴും നമുക്കൊരു പക്ഷേ സംശയലേശ്യമെന്നെ ഉറപ്പോടുകൂടി പറയാൻ കഴിയും, ഇന്നും മുസ്ലിം എന്ന പേര് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ തുരങ്കം വെക്കാൻ നടക്കുന്ന, ആശയപരമായി ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന, രാഷ്ട്രീയപരമായി ഇസ്ലാമിനെ തകർക്കാൻ വരുന്ന കാലഘട്ടത്തിന്റെ ഒരു കൂട്ടം മുനാഫിക്കുകളായി ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് സിദ്ധാന്തത്തിന്റെ അനുയായികളെ ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അവർ പറയുന്നു ഇന്നാ മഅകും, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്. ഇപ്പൊ പറയുന്നത് സമുദായ സംരക്ഷകരുടെ റോളാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളതെന്നാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മണ്ണില് ഇന്ത്യയില് ചില സഖാക്കളുടെയൊക്കെ പ്രസംഗങ്ങളൊക്കെ കേട്ടുപോയാൽ ഒരുപക്ഷെ മക്കത്തും മദീനത്തും പോലും ഇസ്ലാമിനെ ഇങ്ങനെ കഷ്ടപ്പെട്ട് താങ്ങി നിർത്തുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ ധീരമുജാഹിദുകളാണ് എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. ഇങ്ങനെ മോഡി വരും എന്ന് പറഞ്ഞുകൊണ്ട് സംഘപരിവാരത്തിന്റെ കയ്യിലേക്ക് ഭരണം പോയി പോകുമെന്ന് പേടിപ്പിച്ചുകൊണ്ട് മുസ്ലിം സഹോദരിമാരെ, പ്രത്യേകിച്ച് എന്റെ സഹോദരിമാരെ തിരിച്ചറിയണം, മുസ്ലിം സഹോദരി സഹോദരന്മാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുസ്ലിം വോട്ടുകൾ മുഴുവനും വാരിയെടുത്തുകൊണ്ട് കേരളത്തിന്റെ അധികാര കസേരയിലേക്ക് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഇസ്ലാമിക സമൂഹത്തിന്റെ ഒരവസ്ഥയുണ്ട്. അഥവാ സംഘപരിവാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാർക്സിസ്റ്റ് പാർട്ടിയെ അധികാരത്തിലെത്തിയ ഇസ്ലാമിക സമൂഹത്തിന്റെ ഇപ്പോ ഒരു വികാരമുണ്ട്. അഥവാ അബൂജഹലിനെ പേടിച്ച് അബൂലഹബിന്റെ വീട്ടിലേക്ക് ഓടിക്കേറിയതുപോലെയാണ്. കാരണം രണ്ടിടത്തും തുല്യ പരിഗണന തന്നെയാണ്, രണ്ടുപേരും ഒരേപോലെ തന്നെയാണ് പരിഗണിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോ തങ്ങൾ സമുദായ സംരക്ഷകരാണ് എന്നതിന്റെ തെളിവുകൾ മുന്നിൽ നിർത്താൻ വേണ്ടി പൊതുവെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂലിപ്രാസംഗികമാർ പറയുന്ന ഒരു കഥയുണ്ട്. 971 ഡിസംബർ മാസത്തിൽ തലശ്ശേരിയിൽ ഒരു കലാപം നടന്നിരുന്നു അത്രേ. ആ കലാപത്തിന് തിരികൊളുത്തിയത് സംഘപരിവാരായിരുന്നു. അങ്ങനെ സംഘപരിവാരം കലാപം നടത്തിക്കൊണ്ടിരുന്നപ്പോ കണ്ണൂർ മെരുവമ്പായി പള്ളി എന്ന മുസ്ലിം പള്ളി തകർക്കാൻ വന്ന സംഘപരിവാർ ഭീകരവാദികളിൽ നിന്ന് ആ പള്ളിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറെ കുട്ടിസഖാക്കൾ ധീരമുജാഹിദുകളുടെ റോളിൽ അവിടെ കാവലിരുന്നു. അങ്ങനെ കാവലിരുന്നപ്പോ അക്കൂട്ടത്തിലുണ്ടായിരുന്ന സഖാവ് KU കുഞ്ഞിരാമൻ ആ മുസ്ലിം പള്ളിയുടെ സംരക്ഷണത്തിന് വേണ്ടി ഷഹീദായ ഒരു മഹാനായ വ്യക്തിത്വമായിരുന്നത്രേ. 971 കഥകൾ പറഞ്ഞുകൊണ്ട് തങ്ങൾ സമുദായ സംരക്ഷകരായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിലെ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാറുണ്ട്. പക്ഷേ എന്താണ് സത്യമെന്ന് നമ്മൾ തിരിച്ചറിയണം. 71 നടന്ന തലശ്ശേരി കലാപത്തെ പറ്റി കൃത്യമായ അന്വേഷണം നടത്താൻ
ജസ്റ്റിസ് ജോസഫ് ഹിദയത്തിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ ഇവിടെ നിയമിക്കുകയുണ്ടായി. കൃത്യമായ അന്വേഷണം നടത്തി ചില നാളുകൾക്ക് മുമ്പ് അതിന്റെ കൃത്യമായ റിപ്പോർട്ട് പുറത്തേക്ക് വരുമ്പോൾ നമുക്കെന്താണ് കാണാൻ സാധിക്കുന്നത്? 1971 ഡിസംബർ 25 തീയതി തലശ്ശേരി ടൗണിൽ ഒരു പ്രതിഷേധ യോഗം നടക്കുകയാണ്. ഒരു ടാക്സി ഡ്രൈവറെ ആരോ മർദ്ദിച്ചു എന്നതിന്റെ പേരിൽ ഒരു കൂട്ടം സഖാക്കളും സംഘികളും ചേർന്നിട്ട് ഒരു പ്രതിഷേധ യോഗം അവിടെ നടത്തുകയാണ്. ആ പ്രതിഷേധ യോഗത്തിൽ പല സഖാക്കളും പങ്കെടുത്തുകൊണ്ട് പ്രസംഗം നടത്തുമ്പോൾ പോലീസുകാരുടെയും അധികാരികളുടെയും മുന്നിൽ അവർ വിളിച്ചു പറഞ്ഞ വാക്കുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുവനായ ടാക്സി ഡ്രൈവറെ മർദ്ദിച്ചയാളെ നിങ്ങൾ ഇന്ന ദിവസങ്ങൾക്ക് മുമ്പ് അറസ്റ്റ് ചെയ്തില്ല എങ്കിൽ തലശ്ശേരിയുടെ മണ്ണിൽ കലാപം പൊട്ടിപ്പുണരുക തന്നെ ചെയ്യും. ഇവിടെ കലാപമുണ്ടാക്കുമെന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ അന്ന് അവിടെ ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. പിന്നെയും 1-2 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഡിസംബർ 28 തീയതി നാരങ്ങാപ്പുറം എന്ന് പറയുന്ന പ്രദേശത്തെ കലാശ ഘോഷയാത്ര നടത്തുകയാണ്. ആരാണ് ഈ ഘോഷയാത്രയുടെ സംഘാടകർ? നേരത്തെ പറഞ്ഞ പ്രതിഷേധ യോഗത്തിന് സംഘാടനം നിർവഹിച്ച അതേ സഖാക്കളുടെ നേതൃത്വത്തിൽ തന്നെയാണ് കലാശഘോഷയാത്ര നടത്തുന്നത്. പക്ഷേ ആ കൊല്ലത്തെ ഘോഷയാത്രയ്ക്ക് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നത്രേ. അന്ന് ആ ഘോഷയാത്രയ്ക്ക് മുന്നോടിയായി സഖാവ് മാടൻകോട് രഘു എന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടൊരു പ്രസംഗം നടത്തി. എന്നിട്ട് അയാൾ അവിടെ പറഞ്ഞത്, നമ്മുടെ ഘോഷയാത്ര നടക്കുമ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും നമ്മൾ ഇത്തവണ കൂട്ടുന്നില്ല. സാധാരണ സ്ത്രീകളും കുട്ടികളും അടക്കം പകൽ സമയത്താണ് കലാശഘോഷയാത്ര നടക്കുന്നതെങ്കിൽ 1971 ഡിസംബർ 28 തീയതി കലാശഘോഷയാത്ര നടത്തുമ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടുന്നില്ല. സാധാരണ പകൽ സമയത്താണ് ഇത് നടക്കുന്നതെങ്കിൽ അന്നത്തെ ദിവസം അത് രാത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്നിട്ട് കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ ഒഴിവാക്കി തന്റെ മുന്നിൽ ഒന്നുകൂടിയിരിക്കുന്ന അക്രമികളെ നോക്കിയിട്ട് ആ സഖാവ് മാടൻകോട് രഘു എന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ ജനങ്ങളോട് ആഹ്വാനം നടത്തുകയുണ്ടായി, എന്തിനും തയ്യാറുള്ളവർ മാത്രം ഈ ഘോഷയാത്രയിൽ പങ്കെടുത്താൽ മതി. എന്തിനും തയ്യാറുള്ളവർ മാത്രം ഈ ഘോഷയാത്രയിൽ പങ്കെടുത്താൽ മതി. അങ്ങനെ ഘോഷയാത്ര നടക്കുകയും അവിടെയുള്ള ഓവി റോഡ് എന്ന പ്രദേശത്തോടു കൂടി യാത്ര കടന്നു പോകുമ്പോൾ തലശ്ശേരിയിൽ പോയാൽ പ്രസിദ്ധമായ നൂർജഹാൻ ഹോട്ടൽ എന്ന ഒരു ഹോട്ടലുണ്ട്. അതിന്റെ മുന്നിലേക്ക് പോകുന്നത് വരെയും വഴിയിൽ കണ്ട മുസ്ലിമുകളെയൊക്കെ തെറി പറഞ്ഞും അവരെ ആക്രമിച്ചും ഈ ഹോട്ടലിന്റെ മുന്നിലേക്ക് പോകുമ്പോൾ ആരോ ഹോട്ടലിനുള്ളിൽ നിന്നും തങ്ങളെ ചെരുപ്പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സഖാക്കൾ കലാപങ്ങൾ അടിച്ചുവിടുകയായിരുന്നു. കണ്ണിൽ കണ്ട മുസ്ലിമുകളെയെല്ലാം ആക്രമിക്കുകയായിരുന്നു. തുടർന്ന് അങ്ങോട്ട് കലാപങ്ങൾ നടന്നു. പക്ഷേ നാം കൃത്യമായി അറിയണം, ഒരാളെ പോലും സഖാക്കൾ കൊന്നുകളഞ്ഞില്ല. എല്ലാവർക്കും പരിക്കുകൾ ഉണ്ടാക്കി, എല്ലാവരെയും ആക്രമിച്ചു. ഇസ്ലാമിക സമൂഹത്തെ, മുസ്ലിം സമൂഹത്തെ സാമ്പത്തികമായി നശിപ്പിക്കുക എന്ന ഒരു കൃത്യമായ അജണ്ട വെച്ചുകൊണ്ടായിരുന്നു തലശ്ശേരി കലാപത്തിൽ അതെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭീകരവാദികൾ അഴിഞ്ഞാട്ടം നടത്തിയിരുന്നത്. 33 പള്ളികൾ തലശ്ശേരി കലാപത്തിൽ തകർക്കപ്പെട്ടു. ഇപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ പറയുന്നത് കലാപമെന്ന് നടത്തിയിരുന്നത് സംഘപരിവാരും RSSുമായിരുന്നു എന്നാണ്. എന്നാൽ നാം അറിയണം, 33 പള്ളികൾ ആ കലാപത്തിൽ തകർക്കപ്പെട്ടപ്പോൾ അതിൽ 15 തകർക്കപ്പെട്ട പള്ളികൾ നിലനിന്നിരുന്ന സ്ഥലത്ത് അന്നൊരു പേരിന് പോലും ഒരു RSSകാരൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഏത് RSSകാരനാണ് ഈ പള്ളികൾ തകർത്തത്? 15 സ്ഥലങ്ങളിൽ പേരിന് പോലും ഒരു RSS ഉണ്ടായിരുന്നില്ല. അതൊക്കെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു. ഈ 33 പള്ളികളും തകർത്തു. നമുക്ക് പിന്നെ 525 FIR റിപ്പോർട്ടാണ് വിധേയത്തിൽ കമ്മീഷൻ പൊതുജനത്തിന്റെ മുന്നിലേക്ക് വെച്ചത്. അതിൽ നമുക്ക് കാണാൻ കഴിയും, മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ തുടക്കം കുറിച്ച പിണറായി പാറപ്പുറത്തും ഒരു മുസ്ലിം പള്ളി ഉണ്ടായിരുന്നു. ഡിസംബർ 30 തീയതി ആ മുസ്ലിം പള്ളി ആക്രമിക്കപ്പെടുകയുണ്ടായി. എവിടെയാണ് നമുക്ക് ചോദിക്കാനുള്ളത്? ഇസ്ലാമിക സമൂഹത്തിന്റെ സംരക്ഷണോത്തരവാദിത്വം മൊത്തത്തിൽ ഏർപ്പെടുന്ന പള്ളിക്ക് വേണ്ടി ഷഹാദത്ത് വരിച്ച കുഞ്ഞിരാമന്റെ പേര് പറഞ്ഞുകൊണ്ട് ഞങ്ങളാണെന്ന് മുസ്ലിമുകളോടൊപ്പം നിൽക്കുന്നവരെന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരോട് ചോദിക്കാനുള്ളത്,
നിങ്ങളുടെ പാർട്ടി ആദ്യമായി കേരളത്തിൽ കൊടികുത്തി വാണിരുന്ന പിണറായി പാറപ്പുറത്തുള്ള ഒരു പള്ളി ഡിസംബർ 30-ാം തീയതി തകർക്കപ്പെടുമ്പോൾ അന്നത്തെ ദിവസം തകർത്ത് പൂർത്തീകരിക്കാൻ കഴിയാതെ രണ്ടാമത്തെ ദിവസം 31-ാം തീയതി വന്ന് പൂർണ്ണമായ ആ പള്ളി തകർക്കുമ്പോൾ എന്തുകൊണ്ട് ആണത്തമുള്ള നട്ടെല്ലിനുറപ്പുള്ള ഒരു മാർക്സിസ്റ്റ് പാർട്ടിക്കാരനും ആ പള്ളി തകർക്കാൻ വന്നവരെ തടയാനുണ്ടായപ്പോൾ എന്താ അതിനൊരു കാരണം? അവസാനം അന്വേഷണമൊക്കെ നടന്നിട്ട് പ്രതികളെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോ നമുക്കറിയോ സംഘപരിവാരം പൊളിച്ചു കളഞ്ഞു എന്ന് പറയുന്ന പള്ളികളുടെ ലിസ്റ്റിൽ ഈ പള്ളിയും എടുക്കുമ്പോ ആ തകർത്ത് കളഞ്ഞ കുറ്റവാളികളുടെ പേര് പുറത്തു വരുമ്പോ കേരളത്തിന്റെ ഇന്നത്തെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവിന്റെ സഹോദരൻ പിണറായി കുമാരനും അതിലൊരു പ്രധാനപ്പെട്ട പ്രതിയായിരുന്നു അത്രേ. അയാളും ഒരു പ്രധാനപ്പെട്ട പ്രതിയായിരുന്നു അത്രേ. ഈ കള്ളക്കഥകൾ പറഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങൾ മുസ്ലിം സമൂഹത്തിന്റെ സേവകരും സംരക്ഷകരുമാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി വിളിച്ചു പറയുന്നത്. നാം ഒന്നറിയണം, ഈ കുഞ്ഞിരാമൻ എന്ന് പറയുന്ന വ്യക്തി എന്നാണ് കൊല ചെയ്യപ്പെട്ടത്? തലശ്ശേരി കലാപം ഡിസംബർ 28 മുതൽ 31 വരെ 4 ദിവസം നീണ്ടു നിന്നു. കലാപമെല്ലാം ഒതുങ്ങി, അതിന്റെ അലയൊലികളെല്ലാം തീർന്ന് ജനുവരി 5-ാം തീയതിയാകുമ്പോ സഖാവ് കുഞ്ഞിരാമൻ കൊല ചെയ്യപ്പെടുകയാ. എവിടെ? പള്ളി മെഹ്റാബിൽ വെച്ചാണോ കൊല ചെയ്യപ്പെട്ടത്? പള്ളിയുടെ മുന്നിൽ വെച്ചാണോ കൊല ചെയ്യപ്പെട്ടത്? അല്ല, തൊട്ടടുത്തുള്ള ഒരു കള്ള് ഷാപ്പിൽ കള്ളു കുടിക്കാൻ വന്ന ആളുകൾ തമ്മിൽ അടിപിടി ഉണ്ടായി. ആ അടിപിടിയെല്ലാം തീർന്നു കഴിഞ്ഞപ്പോ സഖാവ് കുഞ്ഞിരാമനും ഷഹീദായി. പള്ളി സംരക്ഷിക്കാൻ വന്നതല്ല, കള്ളുകുടിക്കാൻ വന്നതിനിടയിൽ കൊല ചെയ്യപ്പെട്ടു പോയ ആളിനു പോലും ഷഹാദത്തിന്റെ വീരപരിവേഷം കൊടുത്തിട്ട് സമുദായത്തിന്റെ മൊത്തം സംരക്ഷകരായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഈ സമൂഹത്തിലെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്നാണ് ഈ ഒരു കഥ കിട്ടിയത്? വിധേയത്തിൽ കമ്മീഷൻ മുന്നോട്ട് വെച്ച 525 FIR റിപ്പോർട്ടിൽ ഒറ്റ ഒന്നിൽ പോലും കുഞ്ഞിരാമനെ കൊന്നുകളഞ്ഞ കഥയില്ല. നമുക്കറിയോ മറ്റൊരു സത്യം? ഈ കലാപം കഴിഞ്ഞ് 972 ഫെബ്രുവരി 22-ാം തീയതി അന്നത്തെ MLA ആയിരുന്ന സഖാവ് പിണറായി വിജയൻ നിയമസഭയിൽ ഒരു ഭയങ്കരമായ പ്രഭാഷണം നടത്തിയത്രേ. ഒരു വലിയ പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണത്തിലും ഈ കുഞ്ഞിരാമന്റെ കഥയുണ്ടായിരുന്നില്ല. ഈ കുഞ്ഞിരാമന്റെ കഥ സഖാക്കൾ തന്നെ കുമ്മനടിച്ചുകൊണ്ട് തിരികെ കയറ്റിയിട്ട് ഇസ്ലാമിക സമൂഹത്തെ പറ്റിക്കാൻ നോക്കുകയാണ്. ഈ പാരമ്പര്യമുള്ള ഈ ഒരു പ്രസ്ഥാനത്തെ ഇസ്ലാമിന്റെ സംരക്ഷകരായി നമ്മൾ ഇനിയും കരുതി പോവുകയാണോ? ഇനിയുമുണ്ട് സമുദായ സംരക്ഷണത്തിന്റെ ഒരുപാട് കഥകൾ. 988 സെപ്റ്റംബർ 17-ാം തീയതി നമ്പോടൻ കണ്ടി ഹമീദ് എന്ന ഒരു മുസ്ലിമിനെ കൊല ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൊലപാതകികളെ പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് കുറ്റിയാടിയിൽ ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. പോലീസ് സ്റ്റേഷൻ മാർച്ച് നടക്കുമ്പോ അങ്ങോട്ടേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെയും തടഞ്ഞു നിർത്തി പോലീസ് സംരക്ഷണ കവചം തീർക്കുമ്പോ MLA കണാരന്റെ കൊടിവെച്ച കാർ വരികയാണ്. പോലീസ് പറഞ്ഞു പോകാൻ പാടില്ല, അവിടെ ഒരു സമരം നടക്കുകയാണ്. സമരം നടത്തുന്നത് നിങ്ങളുടെ എതിർ പാർട്ടിക്കാരാണ്, നിങ്ങൾക്കെതിരായിട്ടാണ് സമരം നടത്തുന്നത്. അയാൾ അത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. സ്വാഭാവികമായും വഴി തടഞ്ഞുകൊണ്ട് സമരം നടത്തുന്ന ആളുകൾക്കിടയിലേക്ക് ഒരു കാറ് പാഞ്ഞു ചെല്ലുമ്പോൾ അത് തങ്ങൾ ആർക്കെതിരെ സമരം ചെയ്യുന്നോ ആ പ്രത്യയ ശാസ്ത്രത്തെ അംഗീകരിക്കുന്ന ആളാകുമ്പോൾ സ്വാഭാവികമായും ഏതു മനുഷ്യനായും തന്റെ പ്രതിഷേധത്തെ, തന്റെ പ്രതികരണത്തെ അവിടെ പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും. ലീഗിന്റെ പ്രവർത്തകർ പ്രതിഷേധിച്ചു. കണാരന്റെ കാറിന്റെ ചില്ലു പൊട്ടി, അദ്ദേഹത്തിന് നിസ്സാരമായ പരിക്കു പറ്റി. പക്ഷേ നിസ്സാര പരിക്കുകളോടുകൂടി രക്ഷപ്പെട്ട കണാരന്റെ വാർത്തകളല്ല, സംഘപരിവാരത്തെ പോലും നാണിപ്പിക്കുന്ന കള്ളക്കഥകൾ ഈ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി പടച്ചു വെച്ചത്. മറിച്ച് മുസ്ലിം ഭീകരവാദികളുടെ അക്രമത്തിൽ MLA കണാരന് ഗുരുതര പരിക്കു പറ്റിയിരിക്കുന്നു, അദ്ദേഹത്തിന്റെ കാറ് തകർത്തിട്ട് തീയിട്ട് നശിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി അവിടെ മുതൽ കലാപങ്ങൾ അഴിച്ചുവിടുകയാണ് ചെയ്തത്. 9 മുസ്ലിം നിരപരാധികളാണ് ആ കലാപത്തിൽ കൊല ചെയ്യപ്പെട്ടത്. ആ കലാപത്തിന്റെ അലയൊലികളെന്നോണം ആ നാട്ടിൽ നിന്ന് ഒട്ടേറെ മുസ്ലിം കുടുംബങ്ങൾക്ക് സ്വന്തം നാടും വീടും വിട്ട് പലായനം ചെയ്യേണ്ടി വന്നു. എങ്കിൽ
ഇങ്ങനെ ഒരക്രമം അഴിച്ചുവിട്ട മാർക്സിസ്റ്റ് പാർട്ടിക്കാണോ ഇസ്ലാമിക സമൂഹത്തിന് സേവനം ചെയ്ത കഥകൾ പറയാനുള്ളത്? വീണ്ടും നമ്മൾ ഇങ്ങോട്ട് കടന്നു വന്നാൽ 980 ജൂലൈ മാസം 30 ഒരു വിശുദ്ധ റമളാനായിരുന്നു. വിശുദ്ധമായ റമളാനിന്റെ 17-ാം നോമ്പിന്റെ ദിവസമാണ്. ബദരീങ്ങളെ ഓർക്കുന്ന, ബദരീങ്ങളെ ആദരിക്കുന്ന, ബദരീങ്ങളെ സ്നേഹിക്കുന്ന ഇസ്ലാമിക സമൂഹത്തിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ അറബി ഭാഷയ്ക്ക് വേണ്ടിയിട്ട് മലപ്പുറം കളക്ടറേറ്റ് പിക്കറ്റിംഗ് നടത്തുക. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുദായ സംരക്ഷണത്തിന്റെ ഈ കഥകൾ നമ്മൾ തിരിച്ചറിയണം. നോമ്പ് പിടിച്ചുകൊണ്ട് നടക്കുന്ന സമരം, സമാധാനപൂർവ്വം നടന്നുകൊണ്ടിരിക്കുന്ന സമരം. എന്നാൽ EK നയനാരിന്റെ മന്ത്രിസഭയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് ആ സമരത്തെ നേരിട്ടത് നോമ്പുകാരായി ആ സമരം നടത്തുന്ന ചെറുപ്പക്കാരെ DYSP വാസുദേവൻ എന്ന ആളെ ഉപയോഗിച്ചുകൊണ്ട് വെടിവെച്ചുകൊണ്ട് ഒതുക്കാൻ ശ്രമിക്കുകയും മജീദ്, റഹ്മാൻ, കുഞ്ഞിപ്പ എന്ന നോമ്പുകാരായ 3 മുസ്ലിം ചെറുപ്പക്കാർ ആ ഒരു വെടിവെപ്പിൽ ഷഹീദാവുകയും ചെയ്തു. ഈ ഒരു പ്രസ്ഥാനത്തെയാണോ, നോമ്പുകാരായ മുസ്ലിം ചെറുപ്പക്കാരെ വെടിവെച്ചു കൊന്ന ഒരു പ്രസ്ഥാനത്തെയാണോ ഇന്നും മപ്പള സഖാക്കൾ ഇസ്ലാമിക സമൂഹത്തിന്റെ സംരക്ഷകരെന്ന് പറഞ്ഞു പരിചയപ്പെടുത്തുന്നത്? 985-ൽ ഇവിടെ ഇന്ത്യ രാജ്യം മുഴുവനും ഒരു ശരീഅത്ത് വിവാദം നടത്തപ്പെടുകയുണ്ടായി. ഷാബാനു ബീഗവുമായി ബന്ധപ്പെട്ട് ഒരു മുത്തഅത്ത് കേസ് പൊങ്ങി വരികയും അതിന്റെ പേരിൽ രാജ്യം മുഴുവനും ശരീഅത്ത് സംവാദം നടത്തുമ്പോൾ അന്ന് ശരീഅത്തിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്താൻ കേരളത്തിന്റെ മണ്ണിൽ ആദ്യം ആഹ്വാനം ചെയ്തത് സഖാവ് EMS നമ്പൂതിരിപ്പാടായിരുന്നു. ശരീഅത്തിനെ വളരെ മോശമായി ഇവിടുത്തെ ജനങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തി. ശരീഅത്ത് വളരെ മോശമാണ്, ശരീഅത്തിന്റെ വിവാഹ നിയമങ്ങൾ മോശമാണ്, 4 കെട്ടുന്നതാണത്രേ പുള്ളിക്കാരന് വലിയ പ്രശ്നം, 4 കല്യാണം കഴിക്കുന്നത് പുള്ളിക്കാരന് വലിയ പ്രശ്നമാണത്രേ. അതുകൊണ്ട് 4 കെട്ടുന്ന പഠിപ്പിക്കുന്ന ഈ ഒരു ശരീഅത്ത് മോശമാണ്. കേരളത്തിന്റെ മണ്ണിൽ മുസ്ലിമുകൾ ഒന്നു ചേർന്നു, സംഘടനാ പക്ഷപാതിത്വമില്ലാതെ മുസ്ലിമുകൾ ഒന്നു ചേർന്ന് സമരം നടത്തുമ്പോൾ ഈ രംഗം ഇങ്ങനെ പോയാൽ നന്നാകില്ല എന്ന് കരുതിയിട്ട് പിന്നെ സഖാവ് ഒന്നുകൂടി വാക്കുമാറ്റി. ശരീഅത്തിനെ പറ്റി എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, പക്ഷെ 4 കെട്ടുന്നത് ശരിയല്ല, 4 കെട്ടുന്നത് ശരിയല്ല. മുസ്ലിമുകളുടെ അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് 1, 2, 3, 4 കെട്ടും. അതിനുള്ള കപ്പാസിറ്റി നിങ്ങളുടെ നേതാക്കന്മാർക്കും അനുയായികൾക്കും ഇല്ലാതെ പോയെന്ന് കരുതിയിട്ട് ശരീഅത്തിന്റെ വെക്കിട്ട് കയറേണ്ട കാര്യമുണ്ടോ? അന്ന് ഈ ശരീഅത്തിനെതിരെ മോശമായ നിലയിൽ കേരളത്തിന്റെ മണ്ണിൽ പ്രചരണം നടത്താൻ നേതൃത്വം കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന EMS നമ്പൂതിരിപ്പാടായിരുന്നു അത്രേ. പിന്നെയും എത്രയെത്രയോ കലാപങ്ങൾ നമുക്കറിയാമല്ലോ. മുസ്ലിം വീട്ടിലെ സ്ത്രീകളെ പട്ടാപ്പകല് കയറി പരസ്യമായി ബലാത്സംഗം നടത്തിയിട്ട് തെരുവോരങ്ങളിൽ വന്നു നിന്ന് വീമ്പ് പറഞ്ഞുകൊണ്ട് നടന്ന ഒരു കാപാലികനെ, ആ കാപാലികൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ ഇന്നും നമുക്ക് കാണാം, ആ സ്ഥലത്തേക്ക് പോയാൽ അവന്റെ പേരിൽ ഒരു രക്തസാക്ഷി മണ്ഡപം വെച്ചിട്ടുണ്ട്. അതിൽ പ്രത്യേകം എഴുതി വെച്ചിരിക്കുന്നു, മുസ്ലിം ഭീകരവാദികളായി കൊല ചെയ്യപ്പെട്ട ഇന്ദുള്ളതിൽ ബിനു സ്മാരകം. എത്രയോ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ RSS ഭീകരവാദികളായി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവിടെയൊന്നും സംഘപരിവാര ഭീകരവാദികൾ കൊന്നുകളഞ്ഞവരെന്ന് എഴുതി വെച്ചിട്ടില്ല. മുസ്ലിം വീടുകളിൽ കയറിയിറങ്ങി ബലാത്സംഗം നടത്തി, താനെന്തോ വലിയ ധീരകൃത്യം നടത്തി എന്ന് പറയുന്നവന് കൊല ചെയ്യപ്പെട്ടപ്പോൾ മുസ്ലിം ഭീകരവാദിയാക്കളാൽ കൊല ചെയ്യപ്പെട്ട സഖാവ്, എന്നിട്ട് അതിന്റെ പേരിലും കലാപങ്ങൾ നടത്തി മുസ്ലിമുകളെ ആക്രമിക്കുകയുണ്ടായി. നാദാപുരം കലാപമൊക്കെ അറിയാം. രാഷ്ട്രീയമായി ഒതുക്കി തീർത്തേണ്ട ഒരു ഷിബിൻ കൊലപാതകം. എന്നാൽ ആ ഷിബിൻ കൊലപാതകത്തെ വലിയ കലാപമായി സംഘാകൾ ഇവിടെ ചിത്രീകരിക്കുകയുണ്ടായി. അതിൽ 3-ാം പ്രതിയായി കൊണ്ടുവന്നിരുന്ന അസ്ലം എന്ന നിരപരാധിയായ ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ കോടതി കുറ്റവിമുക്തനാക്കി. പക്ഷേ ആ മുസ്ലിമായ ചെറുപ്പക്കാരനെ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകർ കൊന്നുകളഞ്ഞു. അതിന്റെ പേരിൽ എന്നിട്ട് കലാപങ്ങൾ ഉണ്ടാക്കി, മുസ്ലിം വീടുകൾ കയറിയിറങ്ങി കൊള്ളയടിക്കുകയുണ്ടായി. വർഷങ്ങളോളം വിദേശ രാജ്യത്തും അതേപോലെ സ്വദേശത്തും കിടന്ന് പണിയെടുത്തുകൊണ്ടുണ്ടാക്കി വെച്ച പണവും പണ്ടവുമൊക്കെ പട്ടാപ്പകൽ വീടുകളിലേക്ക് കയറിയിട്ട് ഈ സംഘി സഖാക്കൾ കൊള്ളയടിച്ച് ഈ സമൂഹത്തെ സാമ്പത്തികമായി നശിപ്പിക്കാനുള്ള ശ്രമം നടത്തി. ഈ കലാപങ്ങളിലൊക്കെ നമ്മൾ നോക്കിയാൽ, തലശ്ശേരി കലാപത്തിലൊക്കെ മുസ്ലിം വീടുകളുടെ മുന്നിൽ കൊടിപിടിച്ചിരുന്ന സഖാക്കൾ ഉണ്ടായിരുന്നത്രേ.
കൊടിപിടിച്ചു നിന്ന സഖാക്കൾ എന്തിനാ? സംഘപരിവാരത്തിൽ നിന്നും ഈ വീടുകളെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നത്രേ. പക്ഷെ സത്യം എന്താണെന്നറിയോ? ഇവര് രണ്ടുപേരും കൊടിപിടിച്ചു നിൽക്കുമ്പോ 20 പേര് വീട്ടിനകത്തുണ്ടാവും, സ്വർണവും പണവും പണ്ടവും ഒക്കെ കൊള്ളയടിക്കാൻ. ഇവർ കാവൽ നിന്നത് മുസ്ലിം വീടുകൾക്കല്ല, ആ മുസ്ലിം വീടുകൾ കൊള്ളയടിച്ച കൊള്ളക്കാർക്ക് വേണ്ടിയായിരുന്നത്രേ. ഇങ്ങനെ പറഞ്ഞാൽ എത്രയോ എത്രയോ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കി. മുസ്ലിമുകളെ എത്രയോ പേരെ കൊന്നുകളഞ്ഞു. കേരളത്തിന്റെ ചരിത്രത്തിൽ നടത്തപ്പെട്ട വെടിവെപ്പുകളുണ്ട്. ആ വെടിവെപ്പുകളിൽ പ്രധാനപ്പെട്ട ഒരു വെടിവെപ്പുണ്ട്. 2009 മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഭീമാപള്ളിയുടെ പരിസരത്ത് കടൽ തിരകളോട് മല്ലടിച്ചുകൊണ്ട് മത്സ്യജീവന്തരവുമായി ബന്ധപ്പെട്ട് അതിലൂടെ ഉപജീവനം നടത്തുന്ന ഭീമാപള്ളിയിലെ പാവങ്ങളായ 6ഓളം വരുന്ന മുസ്ലിമുകൾ, 16 വയസ്സ് മാത്രം പ്രായമുള്ള ഫിറോസ് എന്ന പാവപ്പെട്ട ചെറുപ്പക്കാരനെ ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അധികാരം നടത്തുന്ന കേരളത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ അന്ന് ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അയാളുടെ കീഴിലുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സമ്മതത്തോടുകൂടി ഭീമാപള്ളിയുടെ പ്രദേശത്ത് 6ഓളം നിരപരാധികളെ വെടിവെച്ചു കൊന്നുകളഞ്ഞു മാർക്സിസ്റ്റ് പാർട്ടി. എന്ന് മാത്രമല്ല, കേരളം കണ്ട വെടിവെപ്പുകളിൽ പ്രധാനപ്പെട്ട ഈ വെടിവെപ്പിനെ ചരിത്രത്തിൽ നിന്ന് അടർത്തി മാറ്റുവാനും പ്രാദേശികമായി ഒതുക്കി തീർത്തേണ്ട ഒരു വിഷയത്തെ, ഒരു ലോക്കൽ ഗുണ്ടയുടെ പേരിൽ അവിടെ തുടക്കപ്പെട്ട കലാപം, ആ കലാപത്തെ ഇവിടുത്തെ പോലീസായിരുന്നു അടിച്ചമർത്തേണ്ടിരുന്നത്. ആ ഒരു പ്രശ്നത്തെ ആഭ്യന്തര വകുപ്പായിരുന്നു അടിച്ചമർത്തേണ്ടുന്നത്. എന്നാൽ കോടിയേരി ബാലകൃഷ്ണന്റെ പോലീസ് അങ്ങോട്ട് തിരിഞ്ഞുപോലും നോക്കിയില്ല. ആ ഗുണ്ടയെ അമർച്ച ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയില്ല. അതിന്റെ പേരിൽ അവിടെയുള്ള മുസ്ലിം ചെറുപ്പക്കാർ, ധീരരായ ചെറുപ്പക്കാർ സംഘടിച്ചു. അവനെ നേരിടാൻ വേണ്ടി തയ്യാറായപ്പോൾ ആ പ്രതിരോധ പ്രവർത്തനത്തെ പോലും വർഗീയ കലാപമായി ചിത്രീകരിച്ചുകൊണ്ട്, അതിനെ ഒരു വർഗീയ കലാപമായി മാറ്റിക്കൊണ്ട് ക്രൂരമായ വെടിവെപ്പ് നടത്തി 16 വയസ്സുകാരനായ ഫിറോസ് എന്ന ചെറുപ്പക്കാരനെ ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പോലീസ് വെടിവെച്ചു കൊന്നു. എന്നിട്ടോ ഇതിനൊക്കെ കാരണക്കാരനായ ആ ഗുണ്ടയ്ക്ക് ചെറിയ 2 പെറ്റി കേസുകൾ ഒതുക്കിക്കൊടുത്ത് അവനെ സ്വസ്ഥമായി പുറത്തേക്ക് വിടുകയും ചെയ്യും. ഇങ്ങനെ പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടി ഇസ്ലാമിക സമൂഹത്തിന് വേണ്ടി കേരളത്തിൽ നടത്തിയ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. കേരളത്തിൽ നടത്തിയ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ഇനിയും നമ്മൾ ഇതൊക്കെ തിരിച്ചറിയേണ്ടുന്നതുണ്ട്. മുൻപ് ഇവിടെ പറഞ്ഞതുപോലെ ബംഗാളിലെ ജനങ്ങൾ ഇത് തിരിച്ചറിഞ്ഞിരുന്നു. ത്രിപുരയിലെ ജനങ്ങൾ ഇത് തിരിച്ചറിഞ്ഞു. തങ്ങളുടെ സംരക്ഷകരാണെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ അടിവേരോടുകൂടി നശിപ്പിക്കാൻ ശ്രമിക്കുന്നതായ, നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കളെ ഇനിയും ഇവിടെ വാഴാൻ അനുവദിച്ചുകൂടാ എന്ന തിരിച്ചറിവോടുകൂടി അവിടുത്തെ ജനങ്ങൾ പ്രതികരിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും തുടങ്ങിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർക്ക് പാർട്ടി ഓഫീസുകൾ ഉപേക്ഷിച്ചുകൊണ്ട്, ആചാര്യന്മാരെ ഉപേക്ഷിച്ചുകൊണ്ട്, സ്വന്തം ഭാര്യാമക്കളെ ഉപേക്ഷിച്ചുകൊണ്ട്, നാടും വീടും ഉപേക്ഷിച്ചുകൊണ്ട്, നാട് വിട്ടുകൊണ്ട് കാട്ടിലേക്ക് കയറേണ്ടുന്ന അവസ്ഥ ഉണ്ടായിരുന്നു എങ്കിൽ കേരളത്തിലെ മുസ്ലിം സമൂഹം തിരിച്ചറിയുക. ഇസ്ലാമിക സമൂഹത്തെ രാഷ്ട്രീയമായി നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, സാമ്പത്തികമായി നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു കൂട്ടർക്കെതിരെ ഈമാനികാപേക്ഷത്തോടുകൂടി നാം ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ബംഗാളിലെ പോലെയും ത്രിപുരയിലെ പോലെയും ഇവിടുത്തെ പാർട്ടി ഓഫീസുകൾ പൂട്ടിയിട്ടിട്ട് കാട്ടിനുള്ളിലേക്ക് പോയി കാലവാസം നയിക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ ഇൻഷാ അല്ലാഹ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിന്റെ മണ്ണിൽ അധിക വിദൂരമില്ലാത്ത കാലത്തിൽ നേരിടേണ്ടി വരുമെന്നുള്ളത് ഒരു സത്യമാണ്. ത്രിപുരയിലൊക്കെ ഇപ്പൊ എന്താ നമ്മൾ തിരിച്ചറിയേണ്ടത്? ഒരു നാട്ടിൽ, ഇന്ത്യ രാജ്യത്ത് ഒരു നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട് എങ്കിൽ അത് കേരളത്തിലാണ്. ഒരു നാട്ടിൽ. കാരണം കേരളം കഴിഞ്ഞു പോയാൽ നാട്ടിൽ പ്രവർത്തനമില്ല. ഇപ്പൊ പ്രവർത്തനമൊക്കെ കാട്ടിലാണ്. അല്ല, കേരളത്തിലും അവസ്ഥ വന്നാൽ ഇവർക്ക് ധൈര്യമായിട്ട് കാട്ടിലേക്ക് ഓടിക്കേറാനും പറ്റില്ല. അവിടെ നേരത്തെ ഓടിക്കേറിയ കുറെ ആളുകൾ ഇരിപ്പുണ്ട്. അതും ഒരു വല്ലാത്ത അവസ്ഥയായിരിക്കുക. നമ്മൾ തിരിച്ചറിയുക. പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോ കാട്ടിനുള്ളിലേക്ക് ഓടിക്കേറേണ്ടി വന്ന ഒരു കൂട്ടം പ്രവർത്തകർ. ഇവർക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ ഇവരുടെ പൂർവീകന്മാരുമൊക്കെ കാടുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണല്ലോ. നമ്മളൊക്കെ മനുഷ്യ മക്കളാണ്. വിശുദ്ധമായ ഖുർആൻ നമ്മളെ അഭിസംബോധന ചെയ്യുന്നത് യാ ബനി ആദം എന്ന് പറഞ്ഞുകൊണ്ട, യബ്ന ആദം എന്ന് പറഞ്ഞുകൊണ്ട. മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് ഒരു വേദഗ്രന്ഥം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിൽ അവരെ അഭിസംബോധന ചെയ്യുന്നത് എന്തായിരിക്കും?
നമ്മളൊക്കെ മനുഷ്യന്റെ മക്കളെ എന്ന് പറയുമ്പോ കുരങ്ങിന്റെ മക്കളെ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യേണ്ടി വരുന്ന ലോകത്ത് ഒരേ ഒരു പ്രത്യയ ശാസ്ത്രത്തിന്റെ വക്താക്കൾ ഇവര് മാത്രമല്ലേ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കെ. മനുഷ്യന്റെ മക്കളെ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്ന മാനുഷിക മൂല്യങ്ങളുള്ള ഈ ഒരു ഇസ്ലാമിനെ വിട്ടെറിഞ്ഞുകൊണ്ടാണ് കുറെ മാപ്പിള സഖാക്കൾ കുരങ്ങിന്റെ മക്കളെ എന്ന പേര് കേൾക്കാൻ കൊതിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ചേക്കേറാൻ ശ്രമിക്കുന്നത്. നമ്മളൊന്ന് തിരിച്ചറിയണം. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. കേരളത്തിന്റെ മണ്ണിൽ ഇസ്ലാമിക സമൂഹത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ത് ചെയ്തെന്നാണ് പറയുന്നത് എന്ന് മാത്രമല്ല, ഇസ്ലാമിന്റെ വളർച്ചയെയും ഉയർച്ചയെയും ഏത് രീതിയിലും തകർക്കാൻ മാത്രമല്ലേ അവർ ശ്രമിച്ചിരുന്നത്, ശരീഅത്തിനെ മോശമായി അവതരിപ്പിച്ചു. നമുക്കറിയാം. അതുപോലെ തന്നെ 992 ഡിസംബർ 6-ാം തീയതി ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ, ബാബരി മസ്ജിദ് തകർക്കുമ്പോൾ അതിൽ കൃത്യമായ ഇടപെടൽ നടത്താതെ ശീതീകരിച്ച മുറിയിൽ കറങ്ങുന്ന കസേരയിലിരിക്കുന്നതായ നരസിംഹറാവു നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസുമായി നമുക്കൊരു ബന്ധവും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തെക്കാൾ ആദർശത്തിന് പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു മഹാനായ നേതാവ് നമുക്കുണ്ടായിരുന്നു. മഹാനായ മഹ്ബൂബേമില്ല ഇബ്രാഹിം സുലൈമാൻ സെട്ടു സാഹിബ്, അല്ലാഹു അദ്ദേഹത്തിന്റെ ബർസഖിയായ ജീവിതം എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. കോൺഗ്രസിനോട് എതിര് പ്രകടിപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ എല്ലാ സ്ഥാനങ്ങളും വലിച്ചെറിഞ്ഞുകൊണ്ട് നമുക്ക് താഴേക്ക് അവരെ ഇറക്കണമെന്ന് പറയുമ്പോൾ അതിനെ ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന്റെ അനുയായികൾ തയ്യാറായില്ല. അതൊരു മറ്റൊരു വിഷയം. അങ്ങനെ അദ്ദേഹം വളർത്തി വലുതാക്കിയ കുടുംബത്തിൽ നിന്ന് പടിയിറങ്ങിയിട്ട് ഇസ്ലാമിക സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി INL എന്നൊരു പാർട്ടിയെ രൂപീകരിച്ചു. INL എന്ന ഒരു പാർട്ടിയിലൂടെ നമ്മൾ തിരിച്ചറിയണം, മാർക്സിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇസ്ലാമിക സമൂഹം വളർന്നു വരുമെന്നറിയുമ്പോ മുസ്ലിം ദലിത് മുന്നേറ്റത്തിലൂടെ അധികാര